ഹായ്, എൻ്റെ പേര് അക്ഷയ്. ഞാൻ ഇപ്പം റീസെൻ്റ്ലി നടന്ന 2025 SBI ക്ലർക്ക് ഞാൻ ക്ലിയർ ചെയ്തായിരുന്നു. അപ്പോൾ ബാങ്ക് എക്സാം എന്ന് പറയുന്നത് നമുക്ക് ഇത്രത്തോളം ഓപ്പർച്യൂണിറ്റീസ് നൽകുന്ന ഒരു എക്സാമാണെന്ന് നമുക്കറിയാമല്ലോ. അത് നമുക്ക് വർഷം തോറും 10-15 എക്സാംസ് നോട്ടിഫിക്കേഷൻസ് വർഷം വരുന്നതാണ്. RRBs ആണെങ്കിലും SBIയുടെ എക്സാം ആണെങ്കിലും IBPSൻ്റെ എക്സാം ആണെങ്കിലും എല്ലാം ഇത്രയും നല്ല ഓപ്പർച്യൂണിറ്റീസ് നൽകുന്ന വേറെ ഫീൽഡിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരുപാട് മെയിൻസ് മെറ്റീരിയൽ ആയാലും നമുക്ക് ഇംഗ്ലീഷും പ്രത്യേകിച്ച് ഇംഗ്ലീഷ് മെറ്റീരിയൽസൊക്കെ നല്ല നിലവാരം ഉള്ള മെറ്റീരിയൽസ് ആയിരുന്നു. അതുപോലെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിലെ ടഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ എനിക്ക് നല്ലോണം ചെയ്യാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ എനിക്ക് മെയിൻസ് അവരുടെ എൻട്രിയുടെ മോക്ക് എനിക്ക് പ്രത്യേകം സജസ്റ്റ് ചെയ്യാറുണ്ട്. കാര്യം എനിക്ക് എൻട്രിയുടെ ആപ്പിലെ മോക്ക് യൂസ് ചെയ്തപ്പോഴാണ് എനിക്ക് കുറച്ചും കൂടെയൊക്കെ നല്ല എക്സാം റിലവൻ്റ് ആയിട്ടുള്ള മോക്സ് എല്ലാം ചെയ്യാൻ പറ്റിയത്. എൻട്രിയുടെ മെറ്റീരിയൽസ് പ്രത്യേകിച്ച് എക്സാം ഓറിയൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആയിരുന്നു. ഔട്ട് ഓഫ് ദ റിലവൻറ്റ് ടോപ്പിക്സ് ഒന്നും അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ എനിക്ക് മാക്സിമം പ്രാക്ടീസ് ചെയ്യാൻ കഴിഞ്ഞു. എന്നുകൊണ്ട് എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റില്ല. അടുത്തെത്തിയൊക്കെ എനിക്ക് ഇത് വിട്ടിട്ട് പോകണോ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ വരെ എത്തിയിരുന്നു. അപ്പോഴാണ് പിന്നെ ഒരു SBI ക്ലർക്കിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ 2025 വന്നിരുന്നത്. അത് വലിയൊരു ഓപ്പർച്യൂണിറ്റി തന്നെയായിരുന്നു. കാര്യം RRB കഴിഞ്ഞു, IBPS PO കഴിഞ്ഞു, SBIയുടെ PO കഴിഞ്ഞു. അത് കഴിഞ്ഞാണ് ക്ലർക്ക് വന്നിരുന്നത്. അപ്പോൾ ക്ലർക്കിൻ്റെ എക്സാം എന്ന് പറയുമ്പോൾ കേരളത്തിലെ 400 ചില്ലുവാനും വേക്കൻസീസ് ഉണ്ടായിരുന്നു, 450ഓളം വേക്കൻസീസ് ഉണ്ടായിരുന്നു. ആ സമയത്ത് എനിക്കൊരു ഡിറ്റർമിനേഷൻ ഉണ്ടായിരുന്നു. ഈ വർഷത്തെ എക്സാം എനിക്ക് ക്ലിയർ ചെയ്യണമെന്ന്. ബാങ്ക് പോലെയുള്ള ബാങ്കിങ് ആസ്പിറൻസിന് നമുക്ക് പറയാമെന്ന് വെച്ചാൽ നമുക്ക് ഒരു 1-2 എക്സാം കിട്ടിയില്ലെന്ന് പറഞ്ഞ് ആകെ ഒരു ഗസ്റ്റ് പഠിച്ച് പോയി അത് വിട്ടു പോയിട്ട് ഒരു കാര്യമില്ല. കാര്യം വെച്ചാൽ നമുക്ക് ഇത്രയും നാളത്തെ എഫേർട്ട് ചിലപ്പോൾ ഒരു എക്സാമിലായിരിക്കും നമ്മളെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്നത്. ഹായ്, എൻ്റെ പേര് അക്ഷയ്. ഞാൻ ഇപ്പം റീസെൻ്റ്ലി നടന്ന 2025 SBI ക്ലർക്ക് ഞാൻ ക്ലിയർ ചെയ്തായിരുന്നു. അപ്പോൾ ബാങ്ക് എക്സാം എന്ന് പറയുന്നത് നമുക്ക് ഇത്രത്തോളം ഓപ്പർച്യൂണിറ്റീസ് നൽകുന്ന ഒരു എക്സാമാണെന്ന് നമുക്കറിയാമല്ലോ. അത് നമുക്ക് വർഷം തോറും 10-15 എക്സാംസ് നോട്ടിഫിക്കേഷൻസ് വർഷം വരുന്നതാണ്. RRBs ആണെങ്കിലും SBIയുടെ എക്സാം ആണെങ്കിലും IBPSൻ്റെ എക്സാം ആണെങ്കിലും എല്ലാം ഇത്രയും നല്ല ഓപ്പർച്യൂണിറ്റീസ് നൽകുന്ന വേറെ ഫീൽഡിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരുപാട് മെയിൻസ് മെറ്റീരിയൽ ആയാലും നമുക്ക് ഇംഗ്ലീഷും പ്രത്യേകിച്ച് ഇംഗ്ലീഷ് മെറ്റീരിയൽസൊക്കെ നല്ല നിലവാരം ഉള്ള മെറ്റീരിയൽസ് ആയിരുന്നു. അതുപോലെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിലെ ടഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ എനിക്ക് നല്ലോണം ചെയ്യാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ എനിക്ക് മെയിൻസ് അവരുടെ എൻട്രിയുടെ മോക്ക് എനിക്ക് പ്രത്യേകം സജസ്റ്റ് ചെയ്യാറുണ്ട്. കാര്യം എനിക്ക് എൻട്രിയുടെ ആപ്പിലെ മോക്ക് യൂസ് ചെയ്തപ്പോഴാണ് എനിക്ക് കുറച്ചും കൂടെയൊക്കെ നല്ല എക്സാം റിലവൻ്റ് ആയിട്ടുള്ള മോക്സ് എല്ലാം ചെയ്യാൻ പറ്റിയത്. എൻട്രിയുടെ മെറ്റീരിയൽസ് പ്രത്യേകിച്ച് എക്സാം ഓറിയൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആയിരുന്നു. ഔട്ട് ഓഫ് ദ റിലവൻറ്റ് ടോപ്പിക്സ് ഒന്നും അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ എനിക്ക് മാക്സിമം പ്രാക്ടീസ് ചെയ്യാൻ കഴിഞ്ഞു. എന്നുകൊണ്ട് എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റില്ല. അടുത്തെത്തിയൊക്കെ എനിക്ക് ഇത് വിട്ടിട്ട് പോകണോ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ വരെ എത്തിയിരുന്നു. അപ്പോഴാണ് പിന്നെ ഒരു SBI ക്ലർക്കിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ 2025 വന്നിരുന്നത്. അത് വലിയൊരു ഓപ്പർച്യൂണിറ്റി തന്നെയായിരുന്നു. കാര്യം RRB കഴിഞ്ഞു, IBPS PO കഴിഞ്ഞു, SBIയുടെ PO കഴിഞ്ഞു. അത് കഴിഞ്ഞാണ് ക്ലർക്ക് വന്നിരുന്നത്. അപ്പോൾ ക്ലർക്കിൻ്റെ എക്സാം എന്ന് പറയുമ്പോൾ കേരളത്തിലെ 400 ചില്ലുവാനും വേക്കൻസീസ് ഉണ്ടായിരുന്നു, 450ഓളം വേക്കൻസീസ് ഉണ്ടായിരുന്നു. ആ സമയത്ത് എനിക്കൊരു ഡിറ്റർമിനേഷൻ ഉണ്ടായിരുന്നു. ഈ വർഷത്തെ എക്സാം എനിക്ക് ക്ലിയർ ചെയ്യണമെന്ന്. ബാങ്ക് പോലെയുള്ള ബാങ്കിങ്